നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നതേ നമ്മുടെ വാഴക്കൂമ്പും മുതിരയും കൂടി ഇട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കൂമ്പ് ഭയങ്കര ഇഷ്ടമാണ്, മുതിരയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൂട്ട് ഇത് തമ്മിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ മുതിര കണ്ടോ, ഈ കറുത്ത മുതിര എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് അങ്ങാടിക്കടയിൽ മാത്രമേ മേടിക്കാൻ കിട്ടത്തുള്ളൂ. നമുക്ക് മുതിര 3 ടൈപ്പാണ് മുതിര ഉള്ളത്. വെള്ളമുതിരയുണ്ട്, ചുമന്ന മുതിരയുണ്ട്, കറുത്ത മുതിരയുണ്ട്. അപ്പോൾ ഈ കറുത്ത മുതിരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത്. ഇത് കണ്ടോ, ഇതിന് ഇച്ചിരി വേവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഒന്ന് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിരിക്കുക. അപ്പം ഇനിയിപ്പോൾ അടുത്ത നമുക്കത് എന്തോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒന്ന് കാണാമേ. ആദ്യം നമുക്ക് ഈ മുതിര ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുതിർന്ന വരുമ്പോൾ നല്ല കൂടുതൽ കാണും. ഇതിപ്പോൾ വെള്ളത്തിൽ ഇട്ട് കഴുകി കുതിർത്തെടുത്ത് ഇനിയിപ്പോൾ അത് കുക്കറിലിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഒത്തിരി കാണും. പിന്നെ കൂമ്പും ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ കൂമ്പൊന്ന് പൊളിച്ച് ഇത് വെന്ത് കഴിയുമ്പം ഇതുമായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം, തേങ്ങയും കൂടെ ചതച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അരിയുന്ന സമയത്ത് വെളിച്ചെണ്ണയൊക്കെ തേച്ചല്ലേ അരിയുന്നത്, അങ്ങനെ കാട്ടില്ല അല്ലേ? കൂമ്പരിയുന്ന മറ്റേ അരിയുന്നുണ്ടല്ലോ, അതിനകത്തിടുവാണെങ്കിൽ പെട്ടെന്നാകും, നമ്മൾ കയ്യിലാകത്തുമില്ല. അതെയോ? അത് പെട്ടെന്നാകും അതിനകത്ത്. അപ്പം അത് അങ്ങനെ ചെയ്യാം. എന്തുവായി? മുതിരയൊക്കെ വെന്തോ? മുതിര വെന്തു. ഇനി എന്തോ പരിപാടി അടുത്ത്? ഇതെന്തോ തേങ്ങ എന്തോ ചതച്ച് വെച്ചിരിക്കുന്നു? മേളത്തേതൊക്കെ അടത്തി കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും അരിയാൻ. അതിൻ്റെ കൂമ്പെടുക്കത്തില്ല, അകത്തെ ഇപ്പം ഇതെടുക്കത്തില്ലേ? അതൊക്കെ എടുക്കും. ഏത് ഇതോ? മേളത്തെ ഒന്നും കൊള്ളത്തില്ല, ഉണ്ടോ? കുറച്ചകത്തെ എടുക്കാം. അത് നല്ല രുചിയാണ്. പണ്ട് അതെല്ലാം എടുക്കും. പണ്ടൊക്കെ അത്രയും മതിയാവും കേട്ടോ. ഇതും കൂടെ ഉള്ളൂ. അത്രയും ഇളക്കി കളയണ്ട. ഇളക്കി കളഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും ഇതിനകത്ത്. നമ്മൾ അത്രയും സമയം എടുക്കത്തില്ല. കയ്യൊക്കെ അറിയാകത്തില്ല. അപ്പോൾ അത് ചെറുതായിട്ട് കീറണം. അത് എന്തോ അതിൻ്റെ പരിപാടി എങ്ങനെയാണ്? ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പരച്ചെടുക്കാം. വള്ളി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? വള്ളിയൊന്നും പൊട്ടത്തില്ല. ഇല്ലേ? അതറിഞ്ഞോ? ഇതുപോലെ ഇത് എളുപ്പമാണ്. നമ്മൾ കിടന്ന് കഷ്ടപ്പെടണ്ട. അതെ അതെ, കാരണം നമ്മൾ കിടന്ന് കഷ്ടപ്പെടുകയും വേണ്ടായല്ലോ. നല്ല കയ്യിലൊക്കെ കറയാകത്തുമില്ല ഇങ്ങനെ ആകുമ്പോൾ. അത് നന്നായി. അതിനകത്തോട്ട് നമുക്ക് ഈ കൂമ്പ് അരിഞ്ഞതിടാം. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്ന അതിനകത്താകുമ്പോൾ നമ്മൾ കിടന്ന് പാടുപെടണ്ടായല്ലോ. ഒന്ന് ഇളക്കട്ടെ. കുഞ്ഞിൻ്റെ കൂമ്പിൻ്റെ കളറുകൂടെ ആയപ്പോഴത്തേക്ക് ഇപ്പം ഭയങ്കര കറുപ്പ് കളറായില്ലേ. ഉപ്പിടട്ടെ. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണ്ടേ? വേണ്ട, ഇത് അരപ്പിൻ്റെ വെള്ളം കാണത്തില്ല. ഇനി എന്തോ ഇതിന് വെള്ളം, തോരൻ അങ്ങനെ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ കൊള്ളത്തില്ല. ഇത് ഇവിടുന്ന് പതുക്കെ വേകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരാം. ഇത് അങ്ങ് അരക്കട്ടെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേറെ എന്തോ? തേങ്ങ അരയ്ക്കും ഇല്ലല്ലോ, ചതയ്ക്കല്ലേ ഞാനല്ലേ? അരച്ചെടുക്കുന്നു. കല്ല് കഴുകി ഒക്കെ എടുക്കണം അല്ലേ? ഇതിനി ഇതിനകത്തോട്ട് ചേർക്കാം. കരിയാപ്പിലല്ലേ? അതില്ല. പിന്നെ ഇതിനകത്ത് പിന്നെ അരിയോ അല്ല ഉഴുന്നോ ഏതാണ്ട് വറുത്ത് ചേർക്കുന്നത്. അത് ലാസ്റ്റിൽ നമ്മൾ കടുക് വറുക്കാൻ നേരം ഇച്ചിരി അരി വറുത്തിടാം. ആദ്യമേ നമ്മൾ അരി വറുത്തിട്ടാൽ ഉണ്ടല്ലോ, അതങ്ങ് വഴുക പോലാകും. ലാസ്റ്റായിട്ട് ഇത് ചെറിയ തീയിലിരുന്ന് വേകണം. അപ്പോൾ നല്ല ആവി കയറി നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടും. അല്ല, ഇതിനകത്ത് ചുവന്നുള്ളി കുഞ്ഞതായിട്ട് കരിഞ്ഞിടത്തൊന്നും പൊട്ടുന്നുണ്ട്. കടുകൊട്ടി
ഇച്ചിരി അരി ഇടാം. ഉണ്ടോ അരി വെള്ള കളറിലാവുന്നുണ്ടോ? നോക്കി. അത് അങ്ങനെ അങ്ങനെ ആവണം. അരി മൊരിയണം കേട്ടോ. ഇതുപോലാവണം. തീ ഞങ്ങൾ കുറച്ച്. അതെങ്ങനെ ഇതിപ്പോൾ അതേ കടുക് വറുത്ത് ഇതിനകത്തിട്ടു. ഇതായിട്ടുണ്ട്. വറുത്തിട്ടല്ലേ തോരൻ റെഡിയായല്ലേ? ഇപ്പം കണ്ടോ നല്ല വെള്ളമയം കണ്ടോ ഇതിന്? ഞാൻ പറഞ്ഞു വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി ഇതിവിടെ മുതിര കടന്ന് വെന്ത ആഴ്ചയിൽ കുറച്ച് വെള്ളം മതിയല്ലേ? നമ്മുടെ കൂമ്പും മുതിര തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് കഴിക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.